ഇനി നീ നോക്കിക്കോ മോളെ. നീ എത്ര ചിരിച്ചോ അത്രയും തന്നെ കരയും ചെയ്യും. ഉർവശി നിന്നെ കരയിപ്പിക്കും. തലയൊന്നും ഉയർത്താൻ ശേഷിയില്ലാതെ മുഖം പൊത്തിയിരുന്ന് നീ കരയുന്നത് ഞങ്ങള് കാണും. നമ്മൾ ഇന്ന് നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് പോകുന്നു. എല്ലാവരെയും വിശദമായിട്ടൊന്ന് കാണുന്നു. എന്താ മുത്തശ്ശി? നീ ഒരു കാര്യം പറഞ്ഞാ പിന്നെ അതിന് മാറ്റം വല്ലതും ഉണ്ടോടി? അങ്ങനെയാണെങ്കിൽ അവരെ ചെന്ന് അവിടെ കണ്ടിട്ട് നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ആരാ നീ ഒന്ന് നോക്ക്. ആ, നിങ്ങളാണോ? വാ. നമസ്കാരം മാഡം, വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ലൊക്കേഷനിലെത്താൻ കുറച്ച് താമസിക്കും. എനിക്ക് മുത്തശ്ശിക്കും അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. അയ്യോ മാഡം, ഫസ്റ്റ് സീൻ മാഡത്തിന്റെയാ. മാഡം എത്തിയില്ലെങ്കിൽ പിന്നെ മാറ്റിവെക്കാൻ പറയടോ. ഞങ്ങള് വരുന്നത് വരെ വേറെ എന്തെങ്കിലും എടുത്താ മതി. അവളുണ്ടല്ലോ ആ കസ്തൂരി, അവളുടെ ആ വേഷം കെട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ. ഫസ്റ്റ് സീൻ വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മാഡം, പക്ഷെ അതിന് ചാൻസ് ഇല്ല. എന്നാൽ ഞങ്ങൾ വന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. മാഡം, അത് നഷ്ടമാണ്. ഇപ്പൊ പോയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക്. ഒരുത്തൻ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുക. ഇന്ന് ചെന്ന് കണ്ടില്ലെങ്കിലേ അവനെങ്ങാനും കയറി തൂങ്ങിയ അവസാനമായിട്ടൊരു കാഴ്ച നഷ്ടപ്പെടും. താൻ അവരോടെ വിളിച്ചു പറ, ഞങ്ങൾക്ക് എന്തായാലും പോയേ പറ്റൂ. എടോ, ഇതിന്റെ പേരില് ലൊക്കേഷനിൽ ഒരു ദിവസം ഷൂട്ട് മുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അതിനേക്കാൾ വലിയ ത്രില്ലില്ല ഞാനും മുത്തശ്ശി. ശരി മാഡം, ഞാൻ അവരെ വിളിച്ചൊന്ന് പറയട്ടെ. അപ്പൊ ഈ നാറ്റുവാശ്ശേരിയില് ഒരു പൂരം നിരത്താം അല്ലടി മോളെ? എന്റെ പൊന്നു സാറേ, സ്വന്തം കാശ് കത്തിച്ച് തീ കായുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ തള്ളയും മോളും കൂടി ഇത് കുളമാക്കുമെന്നാ തോന്നുന്നത്. അല്ല, ഇതെവിടേക്കാ ചെറിയമ്മേ? നീ വാ, ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ കൽപ്പന? ആകെ കാട് കയറി കിടക്കുന്നത്. ശരിയാ, കാട് കയറി കിടന്നാലേ പാമ്പ് വരും. അതന്നെ, രാവിലെ ഇത് കണ്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി. എന്നാ പിന്നെ ഇത് വെട്ടിക്കളഞ്ഞിട്ട് എന്നെ കാര്യമൊന്ന് തോന്നി. ചെറിയമ്മേ, ചെറിയമ്മയുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. അമ്മയെ കൊണ്ടും മുത്തശ്ശെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കാനല്ലേ? ഏയ്, അവർക്ക് ഞാൻ മുട്ടം പണി അകത്ത് കൊടുത്തിരിക്കല്ലേ. രണ്ടുപേരും അത് ചെയ്ത് തീരുമ്പോഴേക്കും നേരം വിളിക്കും. ഇതേ ഞാനും നീ നടക്കുന്ന വഴിയാ. ഇത് നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. അയ്യോ ചെറിയമ്മേ, ഇത് നല്ല ജോലിയാ. കൽപ്പനെ, അവരുടെ തടി അനങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെ ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ ചുമ്മാതിരുന്നാ മതിയോ? എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ നമ്മുടെ തടിയും കേടാവും. ജീവിതമേ ആസ്വദിക്കാനുള്ളതാ മോളെ. ആ തുടങ്ങിക്കോ, ഞാനും ഉണ്ട് കൂടെ. എന്റെ ചെറിയമ്മേ, എനിക്കിത് വെച്ച് വെട്ടാനൊന്നും അറിയില്ല. ഓ, ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. അങ്ങോട്ട് ചെയ്യേ. ദാ ചെയ് മോളെ. ആ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ടാണോ ആരെങ്കിലും വന്ന് ചെയ്യുന്ന? ദാ ഞാനിതൊക്കെ ഒന്ന് പറിച്ചു വരട്ടെ. അയ്യോ അയ്യോ, നടു വെട്ടിപ്പോയല്ലോ കൽപ്പനെ. ആ, അതാ പരിചയമില്ലാത്ത പണി ചെയ്താലുള്ള കുഴപ്പം. ചെറിയമ്മേ, നമുക്കേ ഇത് ഇവിടെ ഇടാം. എന്നിട്ട് അമ്മയെ കൊണ്ടും മുത്തശ്ശെ കൊണ്ടും ചെയ്യിക്കാം. ചെറിയമ്മ പറയണമെന്നില്ല, ഞാൻ പറയാം. ഞാനേ കുറച്ച് തൈലം ഒന്ന് എടുത്തിട്ടെ. അപ്പോഴത്തേക്ക് നീ ഇതൊന്ന് വൃത്തിയാക്കണേ. ചെറിയച്ഛൻ വരുമ്പോഴേ എനിക്കിതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാനുള്ളതാ. എന്റെ കൽപ്പന മോള് വൃത്തിയാക്കിയതാണെന്ന്. അതിന്റെ കൂടെ ആർക്കാ? നിനക്ക് തന്നെയാ. വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. വെട്ട്. ആ,
ശ്ശോ. ശ്ശോ. ഓ, എന്നിട്ടാണോ നീ അറിയില്ല എന്ന് പറഞ്ഞേ? ഷോ, പുറത്തൊന്നും പണിക്കാരൻ നിർത്തിയാ പോലുവേ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യില്ല. ഓ, ചെറിയമ്മേ ഇപ്പൊ തന്നെ വരാട്ടോ. ആ. അയ്യോ, ഓ. ഒരു മൺവെട്ടിയും പുല്ലും. ചെയ്യങ്ങോട്ട്. ആ, ഓ. അവരുടെ അഹങ്കാരം എന്റെ അടുത്തും തുടങ്ങി. എന്താ മോളെ, ക്ഷീണിച്ചോ? ഓ, ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടാളും ഒരു കുടയും പിടിച്ച് നടന്നിരുന്നതല്ലേ? ഒന്നിച്ചു ജോലി ചെയ്യാനിരുന്നിട്ട് അവളുടെ നടുവെട്ടിയത് കണ്ടോ? വെട്ടും. കുനിഞ്ഞു നിന്ന് പണിയെടുത്ത മുതലാളിമാരുടെ നടുവെട്ടും. അതിനാ അവര് പണിക്കാരെ വച്ചിരിക്കുന്നെ. പത്മിനിയെ കൊണ്ട് എന്നെ കൊണ്ടും അവള് ജോലി ഏൽപ്പിക്കുമ്പോ അതിനൊപ്പം നിൽക്കാനും ചിരിക്കാനും നീയും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പം നിന്റെ സ്ഥിതി എന്താ? സ്നേഹത്തിൽ പറഞ്ഞാലും ദേഷ്യത്തിൽ പറഞ്ഞാലും പണി പണി തന്നെയാണ് മോളെ. കിളച്ചോ കിളച്ചോ, നന്നായിട്ട് കിളച്ചോ. നിനക്ക് വേണ്ടതേ ഞങ്ങൾ ആരും തരേണ്ട കാര്യമില്ല. കൂടെ നടന്നിരുന്ന ഉർവശി തന്നെ തരും. ഇനി നീ നോക്കിക്കോ മോളെ, നീ എത്ര ചിരിച്ചോ അത്രയും തന്നെ കരയും ചെയ്യും. ഉർവശി നിന്നെ കരയിപ്പിക്കും. തലയൊന്നും ഉയർത്താൻ ശേഷിയില്ലാതെ മുഖം പൊത്തിയിരുന്ന് നീ കരയുന്നത് ഞങ്ങൾ കാണും. അത്ര നൊന്തിട്ടാ ഞാനീ പറയുന്നേ. അവള് വരുമ്പോഴേക്കും ചെയ്തു തീർത്തോ, അല്ലെങ്കിൽ കണിമംഗലത്ത് നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. ശ്ശോ.